ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികളെ വിട്ടയക്കാൻ സർക്കാരിൻ്റെ നീക്കം. പ്രതികളായ ടി.കെ. രജീഷ്, മുഹമ്മദ് ഷാഫി, അണ്ണൻ സിജിത്ത് എന്നിവർക്കാണ് ശിക്ഷാ ഇളവ് നൽകാൻ നീക്കം നടക്കുന്നത്. പോലീസ് റിപ്പോർട്ട് തേടി കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ട് കത്തയച്ചു എന്നും വാർത്ത വരുന്നു. ആ കത്തിൻ്റെ കോപ്പിയും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ വളരെ രൂക്ഷമായ പ്രതികരണങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ നടത്തുന്നതെന്നും നമ്മൾ മനസ്സിലാക്കുന്നു. തിരുവനന്തപുരത്ത് നിന്ന് അലക്സ് റാം മുഹമ്മദ് വീണ്ടും ചേരുന്നു. അലക്സ് റാം മുഹമ്മദ്, ഒരുപക്ഷെ കടുത്ത വിമർശനമേറ്റ് തെരഞ്ഞെടുപ്പൊക്കെ കഴിച്ച് വല്ലാതെ ഇരിക്കുന്ന സംസ്ഥാന സർക്കാരിന് അടുത്ത അടി കിട്ടാൻ പോകുന്നത് ഇതിൽ നിന്നായിരിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വിവരങ്ങൾ പറയൂ. SKN തീർച്ചയായും പറഞ്ഞത് ശരിയാണ്. LDF സർക്കാരിനെയും CPIM-നെയും എല്ലാ കാലത്തും വേട്ടയാടുന്നതാണ് ടി.പി. ചന്ദ്രശേഖരൻ കൊലക്കേസ്. 7 പ്രതികളാണ് തടവ് ശിക്ഷ അനുഭവിക്കുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട 3 പ്രതികളെ വിട്ടയക്കാൻ സർക്കാർ നീക്കം നടത്തുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിലെ പ്രധാനപ്പെട്ട വിവരമായി പുറത്തു വരുന്നത്. അതിൻ്റെ പകർപ്പടക്കം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൽ 2-ാം പ്രതി ടി.കെ. രജീഷ്, മുഹമ്മദ് ഷാഫി, അണ്ണൻ സിജിത്ത് എന്നിവർക്ക് ശിക്ഷാ ഇളവ് നൽകാനാണ് സർക്കാർ നീക്കം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതുമായി ബന്ധപ്പെട്ട് പോലീസിൻ്റെ പ്രൊബേഷൻ റിപ്പോർട്ട് തേടി കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ട് ഒരു കത്ത് നൽകിയിട്ടുണ്ട്. ആ കത്തിൻ്റെ പകർപ്പാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർക്കാണ് ഇതുമായി ബന്ധപ്പെട്ട കത്ത് അദ്ദേഹം നൽകിയിട്ടുള്ളത്. ടി.പി. ചന്ദ്രശേഖരന്റെ ധർമ്മപത്നിയും കേരള നിയമസഭാ അംഗവുമായ കെ രമ നമുക്കൊപ്പം ചേരുകയാണ്. ഗുഡ് മോർണിംഗ് കെ രമ. ശരിക്കും വളരെ പ്രതിഷേധാർഹമായ ഒരു നീക്കം തന്ത്രപരമായി സംസ്ഥാന സർക്കാർ നടത്തുന്നു എന്ന വാർത്തകൾ വരുമ്പോൾ ഒരു സ്ത്രീ അവരുടെ ആയുസ്സിൽ അനുഭവിക്കാൻ കഴിയുന്ന, ഒരു ഭാര്യ അവരുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിയുന്ന മുഴുവൻ വൈധവ്യ ദുഃഖവും പേറി നടക്കുന്ന ഒരാളെന്ന നിലയിൽ ഈ വാർത്തയോട് താങ്കൾ എങ്ങനെ പ്രതികരിക്കും? ഗുഡ് മോർണിംഗ് എസ്കെ. വളരെ ഗുരുതരമായ, വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണിത്. ഈ ഒരു കേസിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ ടി.പി. കേസിലെ പല പ്രാവശ്യം ഈ പ്രതികൾക്ക് സർക്കാർ പല സഹായങ്ങളും ചെയ്തു കൊടുത്തത് നമ്മളെല്ലാം കണ്ടതാണ്. ഇപ്പൊ ഏറ്റവും അവസാനം ഇതിന് ഹൈക്കോടതിയിൽ ഞങ്ങൾ അപ്പീൽ പോയിരുന്നു. ആ അപ്പീൽ കേസിന്റെ വിധി വന്നിട്ട് 2 മാസമേ ആയുള്ളൂ. അതിനിടയ്ക്ക് ആ വിധിയിൽ പ്രത്യേകമായി പറയുന്ന കാര്യമുണ്ട്. 20 വർഷത്തേക്ക് അവരുടെ ശിക്ഷ ദീർഘിപ്പിച്ചു, ഇരട്ട ജീവപര്യന്തമാക്കി മാറ്റി. യാതൊരു കാരണവശാലും അവർക്ക് റെമിഷൻസ് കൊടുക്കാൻ പാടില്ല എന്ന് വളരെ കൃത്യമായി കോടതി വിധിയുണ്ട്. ആ കോടതി വിധിയെ മറികടന്നുകൊണ്ടാണ് ഇപ്പോൾ ഒരു നീക്കം സർക്കാർ നടക്കുന്നത്. അതിൽ 3 ആളുകൾക്കാണ് ഇപ്പോൾ റെമിഷന് വേണ്ടിയിട്ട് റിപ്പോർട്ട് തേടിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അണ്ണൻ സിജിത്തും, ടി.കെ. രജീഷും, മുഹമ്മദ് ഷാഫിയും. അപ്പോൾ ഇത് കോടതി അലക്ഷ്യമാണ്. യാതൊരു കാരണവശാലും ഇവരെ പേര് പോലും ആ ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ പാടില്ലാത്തതാണ്. പക്ഷേ ഈ കോടതി വിധി പോലും തങ്ങൾക്ക് ബാധകമല്ല എന്നതാണ് സർക്കാർ ഇപ്പോൾ പറയുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ നീക്കം വീണ്ടും നടന്നുകൊണ്ടേയിരിക്കുന്നത്. ഇതിനെ നിയമപരമായി നേരിടാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. അതിഭീകരമായി കൊല്ലപ്പെട്ട ഭർത്താവിൻ്റെ ദുഃഖം ഇപ്പോഴും വേട്ടയാടുന്ന ഒരു ഭാര്യ എന്ന നിലയിൽ ഞാൻ ചോദിക്കുകയാണ്, ഇത്തരമൊരു നീക്കവുമായി കോടതി വിധിയെ തന്നെ അനുസരിക്കാത്ത രീതിയിൽ സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകാൻ തീരുമാനിക്കുകയാണെങ്കിൽ കെ രമ MLA എന്ന നിലയിലല്ല ഞാൻ ചോദിക്കുന്നത്, കെ രമ എന്ന ഭാര്യ, ഹിമാലയത്തോളം ദുഃഖം ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്നൊരു ഭാര്യ എന്ന നിലയിൽ താങ്കൾ എന്താ ചെയ്യാൻ പോകുന്നത്? അല്ല, അതിനെ ഞാൻ വക്കീലുമായി സംസാരിച്ചിട്ടുണ്ട്. നിയമപരമായിട്ട് നേരിടുക എന്നുള്ളതും പിന്നെ രാഷ്ട്രീയമായിട്ടും അതിനെ കൊണ്ടുപോകണം, സഭയിൽ ഉൾപ്പെടെ ഈ കാര്യങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ട് എന്നാണ്. നമുക്ക് മറ്റെന്താണ് ചെയ്യാൻ കഴിയുക എസ്കെ? കാരണം അധികാരവും പണവും ഒക്കെ ഇത്തരം ക്രിമിനലുകൾക്ക് കൂട്ടുനിൽക്കുന്ന ആളുകളുടെ കൂടെയാണല്ലോ. അവരാണല്ലോ കാര്യങ്ങൾ ചെയ്യുന്നത്. നീതി കിട്ടുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അപ്രായോഗികമാണ് എന്നുള്ളതാണ്. ഇരകളെ സംബന്ധിച്ചിടത്തോളം അപ്രായോഗികമാണ് എന്നതാണ് നമുക്ക് ഓരോ സംഭവങ്ങളും നമുക്ക് തെളിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ നിസ്സഹായതയുടെ നിഴലല്ല താങ്കൾ കരുത്തിന്റെ പ്രതീകമാണ്. താങ്കൾ അടരാടിയത് കൊണ്ട് തന്നെയാണ് ടി.പി. ചന്ദ്രശേഖരൻ്റെ മരണത്തിൽ ഇത്രയധികം കാര്യങ്ങൾ കേരളത്തിലുണ്ടായതും കേരളത്തിലെ ലക്ഷക്കണക്കിന് സ്ത്രീകൾ താങ്കൾക്ക് പിൻബലമായി വലിയൊരു കവചം പോലെ താങ്കളുടെ കൂടെ ഉള്ളതും. അതുകൊണ്ട് താങ്കൾ നിയമപരമായി തന്നെ ഇതിനെ നേരിടണം, രാഷ്ട്രീയമായും നേരിടുക. തീർച്ചയായിട്ടും നിയമപരമായും രാഷ്ട്രീയമായിട്ടും തന്നെ നേരിടും. ഇപ്പോഴാണ് ഏറ്റവും അവസാനം 10 പ്രതികൾക്ക് ഒരുമിച്ച് പരോള് കൊടുത്തിരിക്കുകയാണ് ഈ സർക്കാർ. കഴിഞ്ഞ ദിവസമാണ് 10 പ്രതികൾ ഒന്നിച്ച് പരോള് വന്നിരിക്കുന്നത്. അത് ടി.പി. കേസിലെയാണ്. എങ്ങനെയാണ് 10 പ്രതികൾക്കൊക്കെ ഒന്നിച്ച് പരോള് കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്? അപ്പോൾ ഈ സർക്കാർ ഈ പ്രതികളുടെ കൂടെയാണ്, ക്രിമിനലുകളുടെ കൂടെയാണ്, കുറ്റവാളികളുടെ കൂടെയാണ് എന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഓക്കെ, താങ്ക് യു കെ രമ MLA നമ്മളോടൊപ്പം ചേർന്നതിന്. അലക്സ് റാം മുഹമ്മദ് തുടരുകയാണ്. അലക്സ് റാം മുഹമ്മദ്, യഥാർത്ഥത്തിൽ ഈ സർക്കാരിൻ്റെ നീക്കം ശരിക്കും ഈ കൊലപാതകളെ സംരക്ഷിക്കാൻ വേണ്ടി തന്നെയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. തീർച്ചയായിട്ടും പ്രതിഷേധാർഹമായ ഒരു ചുവടുവയ്പ്പാണ് സംസ്ഥാന സർക്കാർ നടത്തിയിരിക്കുന്നത്. എന്തൊക്കെയാണ് അലക്സ് റാം മുഹമ്മദ് ഈ വാർത്തയെക്കുറിച്ച് ലഭിക്കുന്ന കൂടുതൽ വിവരങ്ങൾ? ആരാണ് ഇത്തരമൊരു നീക്കം ഇപ്പോൾ നടത്തുന്നത്?
എസ് കെ ഇതിൽ പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ കെ രമ MLA തന്നെ സൂചിപ്പിച്ച ഒന്നാണ്. അതായത് ഈ പ്രതികൾക്ക് TP ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികൾക്ക് റിവിഷൻ അടക്കം, അതായത് തടവിൽ ഇളവ്, ശിക്ഷയിൽ ഇളവോ മറ്റോ നൽകരുതെന്നും അവരുടെ ശിക്ഷ ഇരട്ട ജീവപര്യന്തമായും ഹൈക്കോടതി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അത് ഫെബ്രുവരി മാസത്തിലാണ് ഹൈക്കോടതി ആ വിധി പുറപ്പെടുവിക്കുന്നത്. ഈ കേസിൽ നിന്ന് വിട്ടയക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു TP ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികൾ അന്ന് കോടതിയെ സമീപിച്ചത്. ആ ആവശ്യം തള്ളിയെന്ന് മാത്രമല്ല, ഗൂഢാലോചനയിലടക്കം അവർക്കുള്ള പങ്ക് തെളിഞ്ഞതിനെ തുടർന്ന് ആ ശിക്ഷാവിധി അത് ഇരട്ട ജീവപര്യന്തമാക്കി 20 വർഷത്തെ ശിക്ഷാ കാലാവധിക്കുള്ളിൽ അവർക്ക് ഒരിക്കൽ പോലും ഒരു തരത്തിൽ പോലും അവർക്ക് ശിക്ഷാ ഇളവ് നൽകരുതെന്ന് ഹൈക്കോടതി പറഞ്ഞതാണ്. ആ വിധി പോലും മാനിക്കാതെ, അതുപോലും മുഖവിലേക്ക് എടുക്കാതെയാണ് സർക്കാരിൻ്റെ നീക്കം. അതായത് അത് കോടതി വിധിയുടെ ലംഘനം തന്നെയാണ് എന്ന് നിസ്സംശയം പറയാം. അത് കോടതി അലക്ഷ്യമാണ് സർക്കാരിൻ്റെ ഈ നീക്കം. ഇതിൽ ഏറ്റവും പ്രധാനം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത്തരമൊരു കത്ത് കണ്ണൂർ ജയിൽ മേധാവി പുറത്തിറക്കുന്നത് ഈ മാസം, അതായത് ജൂൺ മാസം 13-ാം തീയതിയാണ്. തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നതിന് ശേഷം, തെരഞ്ഞെടുപ്പ് ഫലം 4-ാം തീയതി വന്നു. വലിയ തിരിച്ചടി സംസ്ഥാന സർക്കാരിന് നേരിട്ടു എന്ന് സംസ്ഥാന സർക്കാരിനും അതുപോലെ LDFനും CPMനും ഒക്കെ നേരിട്ട് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് ഈ നീക്കം തുടങ്ങിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ശ്രദ്ധേയമായ കാര്യം. 13-ാം തീയതി ആ കത്ത് അയക്കുന്നു, 14-ാം തീയതി ഡെലിവർ ചെയ്യുന്നു. ആ കത്തിൽ ചില പ്രതികൾ, സെൻട്രൽ ജയിലിലുള്ള ചില പ്രതികളുടെ പട്ടികയുണ്ട്. ആ പട്ടികയിലുള്ള പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകണമെന്നാണ് ആ കത്തിലെ സൂപ്രണ്ടിൻ്റെ ആവശ്യം. അതിന് പോലീസിൻ്റെ റിപ്പോർട്ട് വേണം, പോലീസിൻ്റെ പ്രൊമോഷൻ റിപ്പോർട്ട് വേണം. അതിന് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ റിപ്പോർട്ട് തേടിക്കൊണ്ടാണ് കണ്ണൂർ ജയിൽ മേധാവി ഈ കത്ത് അയച്ചിട്ടുള്ളത്. ആ പട്ടികയിലെ 3-ാം പേരുകാരനാണ് ഈ TP ചന്ദ്രശേഖരൻ വധക്കേസിലെ 2-ാം പ്രതിയായ TK രജീഷ് എന്നുള്ളതാണ് നമുക്ക് ആ കത്തിൽ നിന്ന് ബോധ്യപ്പെടുന്നത്. അതിൽ 47-ാം പേരുകാരനാണ് ഈ പ്രതി അണ്ണൻ സിജിത്ത്, 48-ാം പേരുകാരനാണ് മുഹമ്മദ് ഷാഫി. ഈ 3 പ്രതികളുടെ പേരുകളാണ് ആ പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ആ കത്തിൽ തന്നെ വ്യക്തമാക്കിയിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട് SKN. അതായത് ഈ താഴെ സൂചിപ്പിച്ചിട്ടുള്ള തടവുകാർക്ക് സ്പെഷ്യൽ റെമിഷൻ അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട ഇവരുടെ ബന്ധുക്കൾ, അയൽവാസികൾ, ഒപ്പം കുറ്റകൃത്യത്തിന് ഇരയായവർ അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കൾ എന്നിവരിൽ നിന്നുള്ള പ്രതികരണം ഉൾപ്പെടെയുള്ള അന്വേഷണ റിപ്പോർട്ട് സർക്കാരിൽ സമർപ്പിക്കുന്നതിനായി ഈ ഓഫീസിലേക്ക് വളരെ അടിയന്തരമായി അയച്ചു തരണം എന്നാണ് ആ കത്തിൽ ജയിൽ സൂപ്രണ്ട് പറഞ്ഞിരിക്കുന്നത്. അത് അങ്ങേയറ്റം ശ്രദ്ധേയമാണ്. ഈ കേസിൽ ഈ കഴിഞ്ഞ ദിവസം വരെയും നിയമപോരാട്ടം നടത്തിയതാണ് കെ രമ MLAയും അതുപോലെ TP ചന്ദ്രശേഖരനുമായി അടുത്ത് നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ പാർട്ടി ബന്ധുക്കളുമൊക്കെ. അങ്ങനെ ഒരു കേസിലാണ് അവരുടെ ബന്ധുക്കൾക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ പ്രതികൾക്ക് ഇളവ് നൽകുന്നതിനുള്ള കാര്യം തിരക്കണമെന്ന് ഈ കണ്ണൂർ സൂപ്രണ്ട് പറഞ്ഞിരിക്കുന്നത്. അത് അങ്ങേയറ്റം വിരോധാഭാസമാണ് എന്ന് നിസ്സംശയം പറയാം. അതുമാത്രമല്ല, ഈ പട്ടിക സ്വാഭാവികമായി എത്തുക ഗവർണറുടെ അടുക്കലേക്കാണ്. ആ പട്ടിക പരിശോധിച്ചതിന് ശേഷം ഗവർണർക്ക് ചില പേരുകൾ വെട്ടാം, അതല്ലെങ്കിൽ അംഗീകരിക്കാം. എന്താണെങ്കിലും TP ചന്ദ്രശേഖരൻ ഈ വധക്കേസുമായി ബന്ധപ്പെട്ട പ്രതികളുടെ പേര് ഗവർണർ ഈ പട്ടികയിൽ, അതായത് ഇളവ് അനുവദിക്കുന്ന പട്ടികയിൽ അനുവദിക്കുമോ എന്നുള്ള കാര്യമൊന്നും നമുക്ക് ചിന്തിക്കാൻ പോലും വയ്യ. എന്നാണെങ്കിലും സർക്കാർ ഇത്തരത്തിലൊരു തിരിച്ചടി ലഭിച്ചതിന് ശേഷം പോലും ഇങ്ങനൊരു നീക്കം നടത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അതും ജനവിധി വന്നതിന് ശേഷം പോലും, മാത്രമല്ല ഹൈക്കോടതി വിധി പോലും ലംഘിച്ച് ആ നീക്കം നടത്തുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിലെ ഏറ്റവും പ്രസക്തമായ കാര്യം. താങ്ക് യു അലക്സ് റാം മുഹമ്മദ്. യഥാർത്ഥത്തിൽ ഈ നീക്കം വിജയിക്കുമോ എന്ന് നമുക്കറിയില്ല. പക്ഷേ ഇത്തരമൊരു നീക്കം ജനവിധി തങ്ങൾക്ക് പൂർണ്ണമായും എതിരാണെന്ന് മനസ്സിലാക്കിയിട്ടും എന്തുകൊണ്ട് ഈ സംസ്ഥാന സർക്കാർ ചെയ്യുന്നു എന്ന കാര്യം നമുക്ക് അത്ഭുതമാണ്. ഷെരീഫ് കോയാമോൻ പറയുന്നത് അവർ മാത്രമല്ല ദുഃഖം പേറുന്നത്, KK രമയെക്കുറിച്ചാണ്. ഒരുപാട് പേരുണ്ട് കേരളത്തിൽ, അവർ മാത്രമല്ല. ഷെരീഫ് കോയാമോൻ, തീർച്ചയായിട്ടും അവരുടെ ദുഃഖമൊക്കെ നമ്മുടെ കൂടി ദുഃഖമാണ്. ആ സ്ത്രീകളെക്കുറിച്ച് അവരെ കൂടി ചേർത്ത് പിടിക്കാൻ എനിക്കും കോയാമോനും കഴിയണം എന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മൾ KK രമയുടെ കക്ഷി രാഷ്ട്രീയ വ്യത്യാസം കൊണ്ട് അവർക്കുണ്ടായ ഏറ്റവും വലിയ ദുരന്തം അതിനെ കൊച്ചാക്കി കാണിക്കാൻ പാടില്ല കോയാമോൻ.